ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പത്രട ആക്കാനുണ്ട്. അതെ, പത്രട പറഞ്ഞാൽ ഇവിടെ മരത്തിൽ ഒരു ചേമ്പ് കിട്ടും. അതെ, ആ ചേമ്പിനെ പറിച്ചിട്ട് വന്നിട്ട് നമ്മൾ അതിൽ അടച്ചിട്ടിട്ട് ഒരു പത്രട ആക്കാം. അപ്പം നമുക്ക് ഇന്ന് ഇല കൊണ്ടുവരാൻ പോവാല്ലേ? വരും. ഇതന്നെ മരച്ചെമ്പിൻ്റെ ഇല വീണിന് താഴെ. മരത്തിന്റെ മേലുള്ളത് ഇപ്പൊ താഴെയുണ്ട്. അതെ അതെ, മരത്തിന്റെ വേരിൽ വന്നിട്ടുള്ളത് ഈ വേരിൽ. മൂന്നില കിട്ടിയല്ലോ. വേറെ ചേമ്പിന്റെ ഇല ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഉണ്ടാവോ? അതാ പൂച്ചയ്ക്കായിരുന്നു. ഓ, അപ്പുറത്ത് നോക്ക് കുറച്ച്. മിന്നും കച്ചടയും ഒരേ മാതിരി ഉണ്ട്. അവിടെ നോക്ക്, വലിയ വലിയ ഇല കിട്ടി. മതി, എത്ര വലിയ ഇല നോക്കി. ഇത് മരുന്നടിച്ചിട്ടുണ്ട്, എന്നാലും ഇത് കഴുകിയാൽ മതി. ചുണ്ണാമ്പ് പാലട്ടുണ്ടായ കൊണ്ട് മരത്തിൽ കരുത്തി പറിച്ച്. ഞങ്ങളായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താഴെ നിന്നിട്ട് മേലെ നോക്കണം. ഇലയിലൊന്ന് കഴുകിയെടുക്കാം, നല്ല പാങ്ങില് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്താ പറഞ്ഞ മഴ വന്നിട്ട് ഇതില് ചളി ജാസ്തി ഉണ്ടാവും. അങ്ങനെ നല്ല പാങ്ങ് മരുന്നടിച്ചത് ഇതിനല്ല, ഈ ചപ്പിനല്ല, എന്ത് മുളകിന്, കുരുമുളക് ചെടിക്ക് അടിക്കുമ്പോൾ അത് തട്ടിയിട്ടില്ല. അപ്പം അതിനാവും. ഇതാ ഇതിന്റെ മേലല്ല, അതിന്റെ പാങ്ങിൽ ഇതിന്റെ മാതിരി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കഴുകണം. എല്ലാം ആക്കിക്കോളാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് കർക്കിടക മാസത്തിലെ തിന്നണമെന്നൊന്നും ഇല്ല. അതിനെ കൊണ്ട് അതെല്ലാം ക്ലീനായിട്ട് വൃത്തിയായിട്ട് കഴുകാൻ. ഇത്രേ കിട്ടിയത് നോക്ക്, അത്ര കൊടുന്നിട്ട് നല്ല വൃത്തിയായല്ലേ? നല്ല വൃത്തിയായി. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്താലേ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണോ? നല്ല പൊടി 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 പൊടിയേ. ചെറുതായിട്ട്. അപ്പോൾ നാല് മുറിക്കട്ടെ, പണിയെടുക്കട്ടെ. അപ്പോൾ പൊടി പൊടിയായിട്ട് അതാണ് പൊടി 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 പറഞ്ഞിട്ട് വലുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അരിയിട്ടത് ഇത് ഈ ഒരു ഗ്ലാസ്സില് പകുതി പുഴുങ്ങല പച്ചരി ഇട്ട്, ഫുള്ള് ഒരു ഗ്ലാസ് ഫുള്ള് പുഴുങ്ങലരി ഇട്ട് അങ്ങനെ ഇടണോ? ഇതാ അരി വെള്ളത്തിലെല്ലാം നല്ല കുതിർന്നിട്ട് ഇതാ എല്ലാം നല്ല അരിഞ്ഞ് കിട്ടും. പാടില്ല, നല്ല നൈസായിട്ട് അരിയാൻ പാടില്ല. നമ്മള് പത്തൽക്കെല്ലാം അരയ്ക്കുമല്ലേ, പത്തൽക്ക് അരയ്ക്കുന്നതിന്റെ കാട്ടി കുറച്ച് തരി തരി ഉണ്ടായി മതി. അങ്ങനെ നമുക്ക് ഇത് അരച്ചെടുക്കാം. ആക്കുന്നത് തന്നെ ഒരു അര ഗ്ലാസിന്റെ അത്ര ചോറ്, പുഴുങ്ങലരി ചോറ് ഉണ്ടെങ്കിൽ പുഴുങ്ങലരിയുടെ, പച്ചരി എങ്കിൽ പച്ചരി ഇടാം. നല്ലത് സ്മൂത്ത് കിട്ടാൻ. അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചപ്പ് ഈ മാതിരി കട്ടായിനല്ലേ ഈ തരത്തില്. ഗട്ടിയായിട്ട് അരച്ചു. ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിന്. ഇത്
ചൊറിയു ഇത് മരച്ചെമ്പിന്റെ ചപ്പായം കൊണ്ട് അതെ തോന്നുന്നു എന്തെന്നറിയില്ല ചൊറിയുന്നുണ്ട് ഇത് കുറച്ച്. നമ്മൾ പുളിയെല്ലാം ഇടും കുറച്ച്, ഉപ്പും ചപ്പും മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് നല്ല കുഴച്ചിട്ട് നമുക്ക് ഇതിനെ വേവിക്കാൻ പറ്റും. മിക്സ് ആയി നോക്ക്, എല്ലാം കൂട്ടി മിക്സ് ആയി അതിൽ വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തില് ഇഡ്ഡലി പാത്രത്തിന്റെ അടുപ്പന്നെ എൻ്റെ തട്ട് വെച്ച് കുറേ ഇല വെച്ച് അതെ അതിന്റെ മേൽ ഇത് ഈ മിക്സ് ആക്കി വെച്ച കൂട്ടിനെ നമുക്ക് അങ്ങനെ ഒട്ടാക്കിട്ടിട്ട് എല്ലാം ഒറ്റയ്ക്ക് ഒരേ ഇതിൽ പരത്തി വെക്കല്ലോ അല്ലേ? ഞാനങ്ങനെ ഓരോരുത്തരും ഓരോരു മാതിരി ആക്കൂ. ഞാനിത് ഇങ്ങനെ ആക്കുന്നത്, എനിക്കിത് എളുപ്പം. അപ്പോ എല്ലാം ഒന്നിട്ടിട്ട് പരത്തി വെച്ച് ഉള്ളത്. അതെ, ഓരോരാള് സെപ്പറേറ്റ് അല്ലേ? ചെറിയ പാലെല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇന്നെ ബാട്ടിട്ട് അതിൽ ഓരോരോ കഷ്ണം അപ്പം വെക്കണ മാതിരി വെക്കും നമുക്ക്. ഇതിപ്പോ അങ്ങനെ തിന്നണതാണെങ്കിൽ അങ്ങനെല്ലാം ആക്കായിരുന്നു. നമ്മളിത് പൊടി ആക്കണ കൊണ്ട് ഞാനിങ്ങനെ ആക്കണില്ല. ഇനി ഇത് നല്ലോണം വേവട്ടെ. അപ്പൊ തേങ്ങ വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതാ ഒരു തേങ്ങ എടുത്തിട്ട് ഫുള്ള്. അപ്പൊ 1 2 എത്ര വേണമെങ്കിൽ തേങ്ങ ഇടാം. ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ജാസ്തി ആയാല്. പിന്നെ ഇതിന് കുറച്ച് ജീരകം പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് വറുത്തെടുക്കും. നല്ല നമ്മൾ സാമ്പാർക്കെല്ലാം വറുത്തെടുക്കുമല്ലേ അങ്ങനെ വറുത്തെടുക്കാം. നല്ല ചുവന്ന കളറാവും, നല്ല ഗോൾഡ് കളറാവുമ്പോ എടുക്കാം. ഇതിന്റെ ഒന്നിച്ചിട്ട് ജീരകം പിന്നെ വെളുത്തുള്ളി ഇടുന്നു. ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ഇടിയ ഇതൊന്നിച്ചിട്ടിട്ട് നല്ല വറുത്ത് കളർ വന്നല്ല, അതിനെ കുറച്ചുകൂടി കളർ വന്നാൽ കുറച്ച് വറുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്താല് അടി പിടിക്കില്ല ചട്ടിൻ്റെ. അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുക്കുന്നുണ്ട്. കുറേ നേരം വറുക്കണം മാത്രം തേങ്ങ. നോക്കാം എങ്ങനെ നോക്കല്ലേ? വെന്തിട്ടില്ല, ഇനി കുറച്ചും കൂടി വേവാനുണ്ട്. അടിയിലൊരു ഇത് വെച്ച് ലെയറ്. അപ്പോ ഇപ്പൊ വന്നത് ഫുട്ബോൾ മാച്ച് കളിച്ചിട്ട് ഗ്രൗണ്ടിൽ കളി അവരുടെ കൂട്ടുകാർ ചക്കന്മാരെല്ലാം വന്നിട്ടുണ്ടേ. ചോറ് വയ്ക്കണം പറയാണ്ട് ഇപ്പൊ ലേറ്റായിട്ട് വഹിച്ച അല്ല. അപ്പോ കുരുമുളക ഒരു ലേശ കുരുമുളക്, ഒരു സ്പൂൺ. ഇതൊരു മണത്തിന് അയ്യാ നല്ല മണ. അപ്പൊ ഇത് വറുക്കണതിന്റെ ഒന്നിച്ചിട്ട് ഇത് പിന്നെ റംബൂന്നല്ലേ പറയില്ലേ, അത് ഒരു ലേശ ഇതാ. ലേശ മതി, നമുക്ക് ജാസ്തി ഒന്നും വേണ്ട മണത്തിന്. ബ്രൗൺ കളറായി, നല്ല ബ്രൗൺ കളർ വന്നാലേ പർവ്വത്തിലാവണം. അതെ, ഇനി ഇതില് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കും. ഒന്നിച്ചിട്ടിട്ട് മല്ലിപ്പൊടി ഇടാം. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കണേ. 1.5 സ്പൂൺ മല്ലിപ്പൊടി പൊടി. മുളക് പൊടി ഇതാ 3/4 സ്പൂൺ മുളക് പൊടിയാ. കുറച്ച് എരിവുള്ള കൊണ്ട് തന്നെ അത്ര ഇട്ടത്. ഇത് നല്ലോണം ഇനി എല്ലാം കൂടിയിട്ട് ഒരു കുറച്ച് കളറാവും. നല്ല മണം വരാൻ തുടങ്ങി. ഇത്ര ചിക്കൻ എടുത്തിന് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിന്. എല്ലില്ലാത്ത പീസ് നോക്കിട്ട് എടുത്തിട്ടുള്ളത് ഞാന്. അപ്പൊ ഇത് ഇത്ര ഇടാം, നമുക്ക് ഇത്ര മതി, ചിക്കൻ ഇത്ര മതി. ഒരു ചട്ടി വെച്ചിട്ട് ഫസ്റ്റ് ഇത്
കറിയാക്കാം നമുക്ക്. അയ്യാ ചിക്കൻ്റെ കറിയാ? ചിക്കൻ്റെ കറി കറിയാക്കിയിട്ടാകുമ്പോഴത്തേക്ക് ഈ പിന്നെ മിക്സ് ആക്കാം. അപ്പം വേവും. അപ്പം വേവട്ടെ. അപ്പം വേവുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ കറിയാക്കാം. കറിയാക്കാം. പിന്നെ എന്നാ അതിനെ മുറിച്ച് ഇടാം. അതിനെ പിന്നെ മുറിച്ചിട്ടല്ലേ വേന്ത് കിട്ടണം. അതെ. അപ്പൊ നമ്മുടെ ചിക്കൻ വേവാൻ കറിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ വെക്കണ? എണ്ണ ഇതിന് കുറച്ച് ജാസ്തി വേണയാ. 2-3 സ്പൂണിന്റെ അത്ര എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഒരു 1.5 സ്പൂണിന്റെ അത്ര കടുകും, ഉലുവ ഒരു മണത്തിന്, കരിവേപ്പില, മെയിൻ ഉള്ളി ഇതിന് കുറേ വേണം. ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് കളറായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മള് കുറച്ച് പുളിയും കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ ചിക്കൻ കറിക്കെല്ലാം പുളി ഇടലില്ല. ഇതിന് ഈ ചൊറിയുവാന്ന് ചേമ്പിന്റെ ചൊറിയുവല്ലേ വായല്ല പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പുളി ഇടണം. അപ്പൊ ആ പുളി വെള്ളത്തിലിട്ട് ഇത്ര പുളിനെ വെള്ളത്തിലിട്ട് വെക്കാം. ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് നല്ല മൂപ്പിട്ട് വെക്കും. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇറച്ചിക്കെല്ലാം ആവണല്ലേ. വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂണിന്റെ അത്ര മതി. അത് ഇതിലേക്ക് ചിക്കൻ മാത്രം ശരിക്കും അറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പണിയുണ്ടാവും പണിയെടുക്കുമ്പോ. അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ അപ്പൊ ഇതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിരുന്നു ഞാൻ ചിക്കനിക്ക്. ഇതിനാ നോക്കട്ടെ. இந்த ஜன்னல் நிலவுக்கு என்னாச்சு கண்ணல் பட்டு ரொம்ப நாளாச்சு. അപ്പൊ ഗീത ഒരു പാട്ട് പാടി, ഞാനൊരു പാട്ട് പാടി. എനിക്ക് ഒരു വരി കുറച്ചറിഞ്ഞ് അപ്പൊ ഗീതക്ക് ഒരു വിഷമം വേണ്ട, ഞാൻ മാത്രം പാടി. പാടട്ടൊന്ന് പാടിയെന്ന് അവൾക്കൊരു സന്തോഷമാവട്ടെ. വെന്തിനാ ഇത്? നല്ല വെന്തിന്. അപ്പം റെഡി. അപ്പൊ നമുക്ക് 10 റൊട്ടന്റെ അപ്പം വെന്ത് വന്നിന്. അത് വേറെ ഇത്. അത് പിന്നെ കുറെ ആള് വായിൽ വെള്ളം വന്നാലും ഒളിപ്പിക്കോ വരാത്ത മാതിരി. അത് നമുക്ക് ചൂടുണ്ട്. മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണിന്റെ അത്ര മതി. വരട്ടെ, മസാല ഇട്ട് കൊടുക്കാം. ഇതാ നോക്ക്, നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞു. അപ്പൊ ഇത് ഇതിലേക്ക് ഒഴിക്കും. ഒഴിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോ കുറച്ച് ജാസ്തി വെള്ളമായാലും നല്ല ഉണ്ടാവില്ല. വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഇത് ഡ്രൈ ആക്കി എടുക്കണം. അതിനെ കൊണ്ട് കുറച്ച് മസാല ഇതിലേക്കൊന്ന് ചേരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കും. ഒരു 1/4 ഗ്ലാസ് ഇടാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പീസാക്കിയിട്ട് ഇട്ടാം. ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് വെച്ചോളൂ. അപ്പൊ ചിക്കൻ വേകുമ്പോൾ തന്നെ ഈ പണിയാവും. നമ്മുടെ കറിയെല്ലാം റെഡി. ഇലയെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ അതിനിടാം. കറിയിട്ട് ഒന്നിച്ചിട്ട് ഇടാം. കറി ഒരു മണം ഉണ്ടാവും. ഇത് ഇറച്ചിക്ക് മസാല എല്ലാം കൂടിയിട്ട് നല്ല ഗ്രേവി മാതിരി ആയിന്. കറി റെഡിയായി. ഇറക്കിയിട്ട് ഇവിടെ വെക്കണം. നമുക്ക് കറിയെല്ലാം നോക്കി ഇങ്ങനെ ആയി മസാല. അപ്പൊ ഇതിന് ഇനി ഇത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ പൊടിയായാലൊന്നും കുഴപ്പമൊന്നുമില്ല. കറിയെല്ലാം എല്ലായിടത്തേക്കും ആവണം അല്ലേ? അതിന് അതിങ്ങനെ മിക്സ് ആക്കി. അപ്പൊ ഇതിന് എന്ത് പേര് വെച്ചിട്ടുണ്ട്? ഇതിന് ചിക്കൻ പത്രോട. ചിക്കൻ പത്രോട അല്ലേ? പത്രോട എന്ന് പറയൂ ഇവിടെ. ചിക്കൻ ഇട്ടുകൊണ്ട് ചിക്കൻ പത്രോട. അതെ, നല്ലുണ്ട് പേര്. അടിപൊളിയായിരുന്നു. ചേഞ്ചായി. ടേസ്റ്റ് നോക്കണ്ടേ ഇവര്? ആദ്യം അപ്പ് നോക്കുന്നുണ്ട്, പത്ത് നോക്കുന്നുണ്ട്. എങ്ങുണ്ടോ എച്ച് കമ്മേനവരുണ്ടാ? സൂപ്പർ. നമ്മുടെ ഗീതാക്കിയ പത്രോട, ചിക്കൻ പത്രോട ഞാൻ ഒന്ന് ടേസ്റ്റ് ആക്കി നോക്കട്ടെ. പറയുമ്പോഴേ ബായിൽ വെള്ളം വരുന്നുണ്ടല്ലേ? വലട്ട നല്ല ഉണ്ട് കാണാന്. ടേസ്റ്റ് ആക്കി നോക്കട്ടെ. ഒന്നും പറയാനല്ല, ഉപ്പ് പുളി എരിവ് എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിരുന്നു. അതാ ഇത് നോക്കട്ടെ. നല്ല വഴക്കന്മാർക്കെല്ലാം പിടിച്ചിരുന്നു. അതെ. അപ്പോൾ ഇത് ചൂടാറിയ പിന്നെ തിന്നണം. നമ്മളിപ്പോൾ ആക്കിയ പാട് നമ്മൾ തിന്നാൽ അതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയിട്ടെല്ലാം രാത്രിക്കെല്ലാം ആക്കിയിട്ട് രാവിലെ തിന്നണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ പട്ടായി തിന്നോണ്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട്? അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കൂർഗ് സ്പെഷ്യൽ ഇത്. കൂർഗ് സ്പെഷ്യൽ ചിക്കൻ പത്രോട്ട. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ്. ബൈ.